الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും വലിയ ആശങ്കയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണ്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതിൻ്റെ ഒരു ഭീതി. യുദ്ധം നടക്കുമോ ഇല്ലയേ എന്നുള്ളൊരു ആകാംക്ഷയിലും വലിയ ഒരു പ്രയാസത്തിലുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി നമ്മുടെ രാജ്യത്തിന് കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാന്തിയും സമാധാനവും അല്ലാഹു തആല ഊട്ടിയുറപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം. പ്രവാചകന്റെ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചുകൊണ്ട് ജനങ്ങളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത്, ലാ തതമന്നൗ ലിഖാഅൽ അദുവ്, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടുവാൻ നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. പലപ്പോഴും ഇസ്ലാം ശത്രുക്കളെ അങ്ങോട്ട് കയറി അടിക്കുന്ന മതമാണെന്ന് ഇസ്ലാമോഫോബിയ വരുത്തുന്ന ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഹബീബായ നബി തങ്ങൾ ഇസ്ലാമിന്റെ അധ്യാപനം പഠിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല, ശത്രുക്കളുമായി കണ്ടുമുട്ടാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. അവൻ ശത്രുവാണ്, അവനൊന്ന് കണ്ടുകളയാ, അങ്ങനെ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കാൻ പോലും പാടില്ല. ഇസ്ലാം തുടക്കത്തിൽ തന്നെ യുദ്ധത്തിനുള്ള മുഴുവൻ കാര്യങ്ങളും റദ്ദ് ചെയ്യുകയാണ്. ശത്രുവിനെ കാണാൻ പോലും നിങ്ങൾ ആഗ്രഹിക്കണ്ട. അവനുമായി കണ്ടാൽ നിങ്ങൾ സംസാരിക്കും, പിന്നീട് അത് യുദ്ധത്തിലോട്ട് നയിക്കും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കരുത്. ഫസലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ തേടണം, ആരോഗ്യത്തെ തേടിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് ആരോഗ്യം വേണമെന്ന് അള്ളാഹുവിനോട് കൃത്യമായി ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മൾക്ക് ആഫിയത്തും ആരോഗ്യവും സിഹത്തും ഖുവ്വത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന് റസൂൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇനി നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയാൽ തന്നെ, നിങ്ങൾ ശത്രുവിനെ മനസ്സിലാക്കിയാൽ തന്നെ കയ്യിരിക്കുന്ന വാളെടുത്ത് വെട്ടണമെന്നല്ല പറഞ്ഞത്. ഇസ്ലാമിന്റെ അധ്യാപനമാണ് ഞാനീ പറയുന്നത്, ഹദീസുകളാണ് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ ശത്രുവിനെ കണ്ടാൽ തന്നെ കാണാൻ നിങ്ങൾ കൊതിക്കരുത്. ഇൻ കേസ് നിങ്ങൾ കണ്ടെന്നിരിക്കട്ടെ, ഫഇദാ ലഖീതുമൂഹും ഫസ്ബിർ, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ കാണാൻ ആഗ്രഹിക്കരുത്. ഇനി യാദൃച്ഛികമായി കണ്ടുവെന്നാൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശത്രുവിനെ കണ്ട ക്ഷമിക്കുക. ഇവിടെ പരത്തുന്നത് എന്താണ്? ഇവിടെ ഇസ്ലാമിക വിരോധം മൂലം പറഞ്ഞു വരുത്തുന്നത് എന്താണ്? ശത്രുവിനെ കാണണ്ട, അങ്ങോട്ട് ചെന്ന് അടിക്കാനാണ് ഇസ്ലാം പറയുന്നത്, ഖുർആൻ പറയുന്നത്, പ്രവാചകൻ പറയുന്നത് എന്നാ. ഇസ്ലാമിനെ പറ്റി പഠിക്കാത്തത് കൊണ്ടാണ്, ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പാവങ്ങളാണ് അവർ, അവിടെ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. റസൂല് പറയുന്നത്, നിങ്ങൾ ശത്രുക്കളെ കാണാൻ കൊതിക്കരുത്. ഇനി കണ്ടാൽ തന്നെ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ ക്ഷമ അവലംബിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം, ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഒരിക്കലും ഒരു യുദ്ധം പോലും ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല, നിവർത്തികേട് കൊണ്ടാണ്. റസൂലിന്റെ കാലത്തിൽ എത്ര യുദ്ധമാണ് ഉണ്ടായത്? 10ഓളം യുദ്ധമുണ്ട്. 10 യുദ്ധം. ശത്രു സൈന്യത്തിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ കണക്കറിയാൻ നമ്മൾ ഞെട്ടിപ്പോവും. വളരെ കുറഞ്ഞ ആളുകൾ. 10 യുദ്ധമുണ്ടായെങ്കിലും സത്യം പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൽ നിന്നും ശത്രു സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ മുശ്രിക്കീങ്ങളിൽ നിന്നും അനിവാര്യമായ സാഹചര്യത്തിൽ യുദ്ധമുണ്ടായെങ്കിൽ പോലും 1018 1018 പേര് മാത്രമാണ് മൊത്തത്തിൽ ഈ 10 യുദ്ധത്തിലും ശത്രുക്കളിലും നമ്മളിലും കൂടി മരണപ്പെട്ടത്. മനസ്സിലായില്ലേ? ഇതിൽ തന്നെ ബദറിൽ പങ്കെടുത്ത 14 സ്വഹാബികൾ അടക്കമുണ്ട്.
വളരെ കുറഞ്ഞ ആളുകൾ. നമ്മുടെ മാത്രം കണക്കല്ല പറയുന്നത്. രണ്ട് കൂട്ടരിലും മരണപ്പെട്ടവർ ഇത്ര. ഇത് മരിച്ചത് തന്നെ ആരാണ്? യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആളുകളാണ്. സാധാരണക്കാർ മരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇസ്ലാം എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് പഠിപ്പിച്ചു തരുക. സാധാരണക്കാർ മരിച്ചിട്ടില്ല, കുട്ടികൾ മരിച്ചിട്ടില്ല. എല്ലാവരും രണ്ട് പടയാളികളിലും കൂടി 1018 ഒന്നാം ലോകമഹായുദ്ധം കണ്ടില്ലേ? 1914, 1918. 914 ജൂലൈ 28 തുടങ്ങി യുദ്ധം. 918 നവംബർ 11 അവസാനിച്ച ഒന്നാം ലോക മഹായുദ്ധം. കണക്കറിഞ്ഞാൽ ഞെട്ടിപ്പോവും. വലിയ യുദ്ധമാണല്ലോ. 2 കോടിയിലധികം ആളുകളാണ് മരിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ യുദ്ധം കാണിച്ചു. എങ്ങനെ നിവർത്തികെട്ടാ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒരു നൂറ്റാണ്ടായിട്ടുള്ളൂ. എത്ര പേരെ? 2 കോടിയിലധികം ആളുകളാണ് മരിച്ചത്. 1,30,00,000 ആളുകൾ. ഈ 2 കോടിയിൽ 1,30,00,000 ആളുകൾ സാധാരണക്കാരാ. മനസ്സിലായില്ലേ? 2 കോടി മരിച്ചു. അതിൽ തന്നെ പകുതിയിൽ കൂടുതൽ 1,30,00,000 ആളുകൾ ആരാ? പട്ടാളക്കാരാണോ? അല്ല, സാധാരണക്കാരായ ആളുകളാണ് മരണപ്പെട്ടത്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കരുത്. ശത്രുവിനെ കണ്ടാൽ പോലും നിങ്ങൾ ക്ഷമ അവലംബിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരാളുടെ രക്തം പോലും ചീന്താൻ പാടില്ല. ഈ 2ാം ലോക മഹായുദ്ധം 1939. ഞാൻ കണക്കുകൾ പറയുന്നു. സെപ്റ്റംബർ 1 തുടങ്ങി 1945 സെപ്റ്റംബർ 2 അവസാനിച്ചു. എത്ര പേരാ മരിച്ചെന്ന് വല്ല പിടുത്തമുണ്ടോ? ഈ അടുത്തല്ലേ കഴിഞ്ഞത്? 8,50,00,000 ആളുകളാണ് മരിച്ചു പോയത്. എങ്ങനെ? ഇത് കണക്ക് കൃത്യം കണക്കാണ്, നിങ്ങൾക്ക് നോക്കാം. 8,50,00,000 ആളുകൾ മരണപ്പെട്ടു 2ാം ലോക മഹായുദ്ധത്തിൽ. എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ജനസംഖ്യ ആനുപാതികം എടുത്തു നോക്കുമ്പോൾ 3% ആളുകളാണ് ഈ യുദ്ധം കാരണം തന്നെ മരിച്ചുപോയത്. 940 കണക്കനുസരിച്ചിട്ട് 3.3 ബില്യൺ ജനസംഖ്യയാണ് ലോകത്തുടനീളമുള്ളത്. അതിൽ തന്നെ ഇത്ര 8,50,00,000 ആളുകൾ മരിച്ചു. സാധാരണക്കാർ എത്ര പേരാ മരിച്ചത്? 8,50,00,000 സാധാരണക്കാർ എത്ര പേരാ മരിച്ചത്? 5,50,00,000 സാധാരണക്കാരാണ് 2ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ടത്. റസൂല് പറയുന്നു, നിങ്ങൾ ശത്രുവിനെ കണ്ടാൽ ക്ഷമിക്കണം, നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കുക പോലും ചെയ്യരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അധികം കണക്കിലോട്ട് പോകുന്നില്ല. പിന്നീട് വലിയ വലിയ യുദ്ധങ്ങളുണ്ടായി. 2ാം ലോക യുദ്ധത്തിനോടനുബന്ധിച്ച് തന്നെ 945 ഓഗസ്റ്റ് 6, 9 ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി ലോകമൊന്നടങ്കം യുദ്ധവിരുദ്ധ ദിനം ആചരിക്കുന്ന ഈ പറയുന്ന ഓഗസ്റ്റ് 6, 9 തീയതികളിൽ കൃത്യമായി ആറ്റം ബോംബ് കൊണ്ടുവന്ന് ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിച്ചു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2,00,000 ആളുകളാണ് മരിച്ചത്. ഇതാണ് യുദ്ധം. വലിയ മുസീബത്താണ്. ഇപ്പൊ പറയും യുദ്ധത്തിന് വേണ്ടി അലമുറയിടുവാണെന്നോ, അല്ലേ? നമ്മുടെ ആരും ഇല്ല അവിടെ കാശ്മീരിലോ ഒന്നും. നമ്മുടെ സ്വന്തക്കാരും ഇല്ല, നമ്മുടെ മക്കളില്ല, നമ്മുടെ പേരെ കുട്ടികളില്ല, ആരുമില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം യുദ്ധം ചെയ്യുമെന്ന് പറയാം. ഇസ്ലാം ഒരു യുദ്ധത്തിനും പ്രോത്സാഹനം നൽകുന്നില്ലെന്ന് മാത്രമല്ല, മുഴുവൻ യുദ്ധവും നിർത്താനാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയത്നിച്ചത്. കൊറിയയിലെ യുദ്ധം 30,00,000 ആളുകൾ മരിച്ചു. അത് കഴിഞ്ഞ് നടന്നതാ. വിയറ്റ്നാമിലെ യുദ്ധം 25,00,000 ആളുകളാണ്. നമ്മളെ പോലെയുള്ള മജ്ജയും മാംസമുള്ള ആളുകളുടെ കണക്കാ പറയുന്നത്. 25,00,000 ആളുകൾ മരിച്ചു. ഇറാഖും അഫ്ഗാനും തമ്മിൽ യുദ്ധം നടന്നല്ലോ. 10,00,000 ആളുകളെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ 2 ദിവസമായിട്ടുള്ളല്ലോ ഐക്യരാഷ്ട്രസഭ, UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, അന്റോണിയോ ഗുട്ടറസ്, UNOയുടെ സെക്രട്ടറി ജനറൽ, അദ്ദേഹം പറയുന്നു, the world cannot afford a confrontation between the two countries. ലോകത്തിന് നിങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താങ്ങാനുള്ള കെൽപ്പില്ല, എത്രയും വേഗം നിർത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുകയാണ്. ഇനി യുദ്ധത്തിന് താങ്ങാൻ കഴിയില്ല ലോകത്തിന്. അത്രത്തോളം രക്തച്ചൊരിച്ചിലുകളാണ് ഉണ്ടാകുന്നത്. നിങ്ങളെ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? മരിക്കുന്നതിൽ കൂടുതലും സാധാരണക്കാരാ. സൈനികര് മരിച്ചാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാ.
കുട്ടികൾ മരിക്കുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്ത്രീകൾ മരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും അവസാനം ഞാൻ ചുരുക്കുകയാണ്, ഏറ്റവും അവസാനം ഈ 2020 കഴിഞ്ഞ് നടന്ന യുദ്ധം, ഇവിടെ ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധം നടന്നു. 2-3 കൊല്ലമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 1.5 ലക്ഷം ആളുകളാണ് മരിച്ചത്. രണ്ടിലും കൂടി കൂട്ടി മനുഷ്യരാണ് മരിക്കുന്നത്. വെറും ചെറിയ കണക്കല്ല, ജീവനുള്ള നമ്മളെ പോലുള്ള മനുഷ്യന്മാരാണ് മരിക്കുന്നത്. നമ്മുടെ ഭാര്യ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ അതിൻ്റെ സങ്കടവും പേര് ഇപ്പോഴും തുടങ്ങുകയാണ്. 1 ലക്ഷം ആളുകൾ മരിച്ചു. പലസ്തീൻ, ഇസ്രായേൽ യുദ്ധം നടന്നിട്ടില്ലേ? രണ്ടാമത് ഈ പറഞ്ഞ 2023 നടന്നില്ലേ? 2022-23 നടന്നുണ്ടല്ലോ, നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. 50,021 ഫലസ്തീനികളാണ് മരണപ്പെട്ടത്. 17,000 ഇസ്രായേൽ ആളുകൾ മരിച്ചു. ഇതിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരാണ്. 13,000 കുട്ടികളാണ് മരണപ്പെട്ടത്. നമുക്ക് മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അതുകൊണ്ട് ആ റസൂല് പറഞ്ഞ്, നിങ്ങൾ യുദ്ധം കൊതിക്കാൻ പാടില്ല, നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കാൻ പാടില്ല. വലാ തതമന്നൗ ലിഖാഅൽ അദൂ, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ കണ്ടുമുട്ടാൻ പാടില്ല. ഇൻ കേസ് നിങ്ങൾ കണ്ടുമുട്ടിയെങ്കിൽ തന്നെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഫഇദാ ലഖീതുമുഹും ഫസ്ബിറു, നിങ്ങൾ പരസ്പരം ക്ഷമിച്ചുകൊണ്ട്, നയതന്ത്ര ചർച്ചകൾക്ക് ഇരുന്നുകൊണ്ട്, പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ചർച്ച ചെയ്ത് യുദ്ധം പരമാവധി നിങ്ങൾ ഒഴിവാക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകളുടെ കണക്കായി പറഞ്ഞത്, കോടിക്കണക്കിന് ആളുകളാണ് മരിക്കാൻ. അള്ളാഹു നമ്മുടെ രാജ്യത്തും ലോകത്തുടനീളവും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എല്ലാ പണ്ഡിതന്മാരും ദുആ കൊണ്ട് വസീയത്ത് നൽകിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കാൻ പറയുകയാണ്, സമാധാനം വരാൻ. 2 ദിവസമായാലും യുദ്ധം തുടങ്ങിയിട്ട് ഇന്ത്യയിൽ എത്ര പേരാ മരിച്ചത്? 15 സാധാരണക്കാരാണ് മരിച്ചത്. ഒരൊറ്റപ്പെട്ട ആളുകളും പോയി മരിച്ചില്ല. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ മരിക്കാൻ പാടില്ല. പക്ഷെ മരിച്ചതോ 15 സാധാരണക്കാരായ ആളുകൾ. അതിൽ 4 കുട്ടികളാണുള്ളത്, 4 പിഞ്ചു മക്കളാണുള്ളത്. 43 പേർക്കാണ് ഗുരുതരമായ അപകടങ്ങൾ പറ്റിയിരിക്കുന്നത്. ഇതാണ് യുദ്ധം. ഇത് വന്നാൽ, ഇത് വരാൻ സുഖമാണ്, പ്രകോപനം ഉണ്ടാക്കാൻ സുഖമാണ്, പരസ്പരം ആളുകളെ തലയിൽ ചൂടാക്കാൻ സുഖമാണ്. ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല. പാകിസ്ഥാനിൽ 31 ആളുകളാണ് സാധാരണക്കാർ മരണപ്പെട്ടത്, 5 കുട്ടികളടക്കം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പാകിസ്ഥാൻ എന്നല്ല, ചൈനയെന്ന, ലോകത്ത് എവിടെയൊക്കെ ആരൊക്കെ ഏതൊക്കെ രാജ്യത്ത് യുദ്ധം ചെയ്യുന്നുണ്ടോ, മുഴുവൻ അപലപനീയവും നിർത്തേണ്ടതുമാണെന്നാണ് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ ദർശനം അതാ. യുദ്ധം കൊണ്ട് ഒരിക്കലും വളരുകയില്ല. യുദ്ധം ഒരിക്കലും നന്നല്ല, അത് പ്രത്യേകം നിർത്തണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്തിനും ഈ ലോകത്തിനും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ പറയുന്നുണ്ട്, ഒരു ഹദീസ് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, അണികളെല്ലാം വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധം ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട യുദ്ധമാണ്, നിവർത്തികേടാണ്, പ്രതിരോധമാണ്. അങ്ങോട്ട് ആക്രമിക്കുകയല്ല, പ്രതിരോധമാണ്. ഒരിക്കലും റസൂലിനെയും അനുയായികളെയും ജീവിക്കാൻ അനുവദിക്കാത്ത ശത്രുക്കളോട് പ്രതിരോധമെന്ന നിലക്ക് മാത്രമാണ് ഇസ്ലാം വാളെടുത്തിട്ടുള്ളത്. വാളെടുക്കാനാണ് പറഞ്ഞത്, ബോംബിടാൻ പറഞ്ഞിട്ടില്ല, കരിക്കാൻ പറഞ്ഞിട്ടില്ല. റസൂൽ പറയുന്നുണ്ട്, നിങ്ങൾ തീ കൊണ്ട് ശിക്ഷിക്കാൻ അർഹൻ അള്ളാഹു മാത്രമേ ഉള്ളൂ, അതിനൊരാൾക്കും അർഹതയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് യുദ്ധം. മിസൈൽ എന്താ, വാളാണോ? തീയല്ലേ? തീ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ബോംബ് എന്താണ്, വാളാണോ? പൊട്ടിത്തെറിക്കുകയല്ലേ, തീയല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ പറയാറില്ലേ, കൊതുകിനെ കൊല്ലുമ്പോൾ പോലും, കൊതുകിനെ കൊല്ലുന്ന ബാറ്റ് ഉണ്ടല്ലോ, ഇലക്ട്രിക് ബാറ്റ്, അത് തീയാണ്, കരിച്ചു കളി. പണ്ഡിതന്മാർ പറയും, നിങ്ങൾ കൊതുകിനെ പോലും കൊല്ലാൻ പാടില്ല, അങ്ങനെ അടിച്ചു കൊല്ലുന്ന പോലെ അല്ല. അതെന്താ? ഇന്നന്നാറ, തീ കൊണ്ട് ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട്
കത്തിക്കുക, ബോംബിടുക, അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. പ്രതിരോധം എന്ന നിലക്ക് മാത്രം നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന ആളുകളെ പ്രതിരോധം എന്ന നിലക്ക് മാത്രം കൃത്യമായി നോക്കിക്കൊണ്ട് ശത്രുവാണെന്ന് മനസ്സിലാക്കിയാൽ വാളുകൊണ്ട് അവനെ നിനക്ക് പ്രതിരോധിക്കാം. തീ കൊണ്ടൊരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു. ഇന്നത്തെ യുദ്ധങ്ങളിൽ ഏത് യുദ്ധം എടുത്തുകൊള്ളട്ടെ, എങ്ങനെയാണ് ആളുകൾ മരിക്കുന്നത്? തീ കൊണ്ടല്ലേ മരിക്കുന്നത്, പൊട്ടിയല്ലേ മരിക്കുന്നത്. റസൂൽ അതുകൊണ്ട് കൃത്യമായി പറയുന്നു, വലാ തഗുല്ലു വലാ തഅ്ദിറു വലാ തംസുലു. നിങ്ങൾ അഥവാ യുദ്ധം ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല. നിങ്ങളുടെ ശത്രുവിന്റെ കയ്യിൽ നിങ്ങളെ കിട്ടുമ്പോൾ, നിങ്ങളുടെ കയ്യിൽ ശത്രുവിനെ കിട്ടുമ്പോൾ അവന്റെ ശരീരവും അവന്റെ മുഖവും നിങ്ങൾ വികൃതമാക്കാൻ പാടില്ല. വാളുകൊണ്ട് വെട്ടി നിങ്ങൾ വികൃതമാക്കാൻ പാടില്ല. അവരുടെ ഭാര്യമാര് കാണും, ഒരു പക്ഷേ അവരെ നിങ്ങൾ വധിക്കാനോ ആക്രമിക്കാനോ പാടില്ല. കുട്ടികൾ കാണും, നിങ്ങൾ അവരെ ആക്രമിക്കാൻ പാടില്ല, അവരെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. വയസ്സായ ആളുകൾ കാണും, അവരെ നിങ്ങൾ തൊടാൻ പാടില്ല. എല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചിരുത്തി എങ്ങനെയാണ് യുദ്ധം പ്രതിരോധമെന്ന നിലക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്. എങ്ങനെ? അനസ് തങ്ങൾ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഗസാ ഖൗമൻ ലം യുഗ്ർ ഹത്താ യുസ്ബിഹ. പ്രതിരോധമെന്ന നിലയ്ക്ക് യുദ്ധം ചെയ്യുമ്പോൾ തന്നെ പ്രവാചകൻ രാത്രിയിൽ യുദ്ധം ചെയ്യാറില്ലായിരുന്നു, സുബഹി വരെ കാത്തു നിൽക്കും. ഇതാണ് മര്യാദ. സുബഹി വരെ കാത്തു നിൽക്കും. അങ്ങനെ സുബഹിയാകുമ്പോഴാണ് പിന്നീട് യുദ്ധം ചെയ്യുന്നത്. ഇതാണ് ഇസ്ലാം കാണിച്ചു കൊടുക്കുന്നത്. എങ്ങനെയാണ് യുദ്ധം ചെയ്യുവാണെങ്കിൽ തന്നെ ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇതുപോലെ പറഞ്ഞ വേറെ ഏത് മതമാണുള്ളത്? എന്നിട്ടാണ് നമ്മളെ ഇപ്പൊ വലിയ യുദ്ധബുദ്ധിയന്മാരായിട്ട് സയനിസ്റ്റ് ശക്തികൾ ചിത്രീകരിക്കുന്നത്. ഒരു ചരിത്രവും കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ തങ്ങളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. അബൂബക്കർ തങ്ങൾ പ്രതിരോധം എന്ന നിലയ്ക്ക് ഷാമിലേക്ക് യസീദ് ബിൻ അബൂ സുഫിയാനെ അയക്കുകയാണ്. വലിയ സൈന്യത്തിന്റെ മേധാവിയായിട്ട്, ക്യാപ്റ്റനായിട്ട് അയക്കുകയാണ് ഷാമിലേക്ക്. യുദ്ധമാണ് നടക്കുന്നത്. അബൂബക്കർ തങ്ങൾ യസീദ് ബിൻ അബൂ സുഫിയാൻ യസീദിനോട് വിളിച്ചു പറയുന്നുണ്ട്, യസീദെ, ഈ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. പിന്നെയും ഉണർത്തുകയാണ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉണർത്തിക്കൊടുക്കുകയാണ്. 10 കാര്യങ്ങളാണ് കൃത്യമായി എണ്ണി പറയുന്നത്. ഞാൻ ഈ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ അമീറായി പോകുമ്പോൾ ഈ 10 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. ശത്രുക്കളിൽ കുട്ടികളുണ്ടാവും. കണ്ട, ഫസ്റ്റ് തന്നെ പറയുന്നത് കുട്ടികളുണ്ടാവും. അവരെ നീ തൊടാൻ പാടില്ല. കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ യസീദ എന്ന് പറയുന്നു. രണ്ടാമത് പറയുന്നു, ശത്രുക്കളിൽ സ്ത്രീകളുണ്ടാകും. ഒരിക്കൽ പോലും അവരെ ഉപദ്രവിക്കാൻ പാടില്ല. ഒന്നാമത്തെ ഖലീഫ, ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ നിർദ്ദേശം കൊടുക്കുന്നു, വൃദ്ധരായ ആളുകളുണ്ടാകും. വൃദ്ധരായ ആളുകളെ കാണുമ്പോൾ അവരെ വധിക്കുകയല്ല വേണ്ടത്, അവരെ ഉപാധികളില്ലാതെ നിങ്ങൾ വിട്ടയക്കണം. അവരെ നിങ്ങൾ തൊടാൻ പോലും പാടില്ല. ഫലം കായ്ക്കുന്ന മരങ്ങൾ കാണും, തോട്ടങ്ങൾ കാണും, അതൊന്നും നശിപ്പിക്കാൻ പാടില്ല. കാരണം മുമ്പ് അങ്ങനെയൊന്നും അല്ല. ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധം അങ്ങനെയല്ല. ചെന്ന ഉടനെ മുഴുവൻ പാടങ്ങളും തീയിട്ട് നശിപ്പിക്കും, ആളുകളെ തീയിട്ട് കൊല്ലും. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വൃദ്ധന്മാരെന്നോ വകവെക്കുകയില്ല. റസൂലിന്റെ അധ്യാപനം മനസ്സിലാക്കി അബൂബക്കർ തങ്ങൾ പറയുന്നു, ഫലം കായ്ക്കുന്ന മരങ്ങളും വൃക്ഷങ്ങളും തോട്ടങ്ങളും വലിയ വലിയ പാടങ്ങളും കാണും, അതൊന്നും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, ശത്രുവിന്റെ സ്ഥലമാണെന്ന് വിചാരിച്ചുകൊണ്ട്. എന്നിട്ട് പറയുന്നു, പശുവിനെ കൊല്ലാൻ പാടില്ല, ആടിനെ വെറുതെ കൊല്ലാൻ പാടില്ല, അതുപോലെ തന്നെ മാട്, ഒട്ടകം, ഇതിനൊന്നും നിങ്ങൾ വെറുതെ കൊല്ലാൻ പാടില്ല. ഭക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അവയെ അറുക്കാം. ഭക്ഷിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ, നിങ്ങൾക്ക് വിശപ്പുണ്ട് നിങ്ങൾക്ക് കഴിക്കാം, അല്ലാതെ ഒന്നും കൊല്ലാൻ പാടില്ല. കെട്ടിടങ്ങൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, വീടുകൾ നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, നിങ്ങൾ ഭീരുക്കളാകരുത് എന്ന 10 നിർദ്ദേശങ്ങൾ
കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഇസ്ലാമിൽ എങ്ങനെയാണ് യുദ്ധമെന്ന് കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞു കൊടുത്ത നേതാവാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. പ്രവാചകന്റെ ശിഷ്യന. മുഅ്മിനീങ്ങളെ, നമുക്ക് പറയാനുള്ളതാ, യുദ്ധം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കാനോ അതിന് പ്രോത്സാഹനം, എത്രയും വേഗം ശാന്തി വേണം. മരിക്കുന്നത് മനുഷ്യന്മാരാണ്, കുട്ടികളാണ്. വലിയ സാമ്പത്തികപരമായി എത്ര കോടികളാണ് ഇപ്പോൾ തന്നെ. ഒരു വിമാനത്തിന് എത്ര കോടികളാണ് വരുന്നത് ചെലവ്. വലിയ വലിയ പോർ വിമാനങ്ങൾ ഇന്ത്യ വലിയ കടങ്ങളിലോട്ട് പോകും. വലിയ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥ. അതുപോലെ തന്നെ ആളുകൾ ഭയവിഹ്വലരാവുകയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആരോഗ്യപരമായി, മാനസികപരമായി, സാമ്പത്തികപരമായി എല്ലാ നിലക്കും ഞങ്ങളെ തകർത്ത് ദരിപ്പണമാക്കുന്ന വലിയൊരു പ്രഹരശേഷിയുള്ളതാണ് ഇത്. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത് നിങ്ങൾ ആഗ്രഹിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രാർത്ഥിക്കണം, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ കൂടി പറയുക, നല്ല ഇഖ്ലാസോടുകൂടി പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സാധാരണക്കാർക്കും സൈന്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഴുവൻ രാജ്യങ്ങൾക്കും അല്ലാഹു തആല ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കിടയിൽ സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഐക്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകരാജ്യ നേതാക്കന്മാർക്കിടയിൽ പ്രത്യേകമായ രഞ്ജിപ്പും സന്തോഷവും സൗഹാർദ്ദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ. വ്യാജവാർത്തകൾ, എന്തുമാത്രം വ്യാജവാർത്തകളാണ്. നമ്മുടെ പ്രസിഡന്റ്, മാലിന്റെ പ്രസിഡന്റ് ഇന്ന് രാവിലെ സുബൈക്ക് മുമ്പേ പോയി. ഇന്നലെ രാത്രി ഞാൻ വിളിച്ചു ചോദിച്ച്, നാളെ പോവുകയാണല്ലോ, ഇപ്പൊ കാര്യങ്ങളൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ഫോൺ വിളിച്ച് പറഞ്ഞു, ഉസ്താദ് ഇപ്പൊ ഒരു വാർത്ത കേട്ട് വിമാനത്താവളങ്ങൾ മുഴുവൻ അടയ്ക്കുവാണെന്ന. പിന്നീട് നോക്കുമ്പോഴാണ് അത് വ്യാജവാർത്ത. എത്ര വ്യാജവാർത്തകളാണ് വരുന്നത്, എത്ര വ്യാജവാർത്തകളാണ് വരുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും ഫോണുകളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്. പരസ്പരം തല ചൂടാക്കുവാൻ വേണ്ടി വ്യാജവാർത്തകൾ അടിച്ചിറക്കുന്നവരുണ്ട്. മതസ്പർദ്ധ വളർത്തുവാൻ വേണ്ടി വ്യാജവാർത്തകൾ ഇറക്കുന്നവരുണ്ട്. കൃത്യമായി നമ്മുടെ ബോധം വർക്ക് ചെയ്യണം. ഒരാവേശപ്പുറത്ത് ഷെയർ ചെയ്യേണ്ടതല്ല. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇനി സത്യമാണെങ്കിൽ തന്നെ അതൊരു ഫിത്നയിലേക്ക് നയിക്കുമെങ്കിൽ നമ്മൾ അനക്കാൻ പാടില്ല. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, കൊലപാതകത്തേക്കാൾ വലിയ പ്രശ്നമാണ് ഫിത്ന. വ്യാജവാർത്തകൾ വരുമ്പോൾ, ഇല്ലാത്തത് കെട്ടിച്ചമക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിച്ച്, ഈ നാടിനും എല്ലാത്തിനും ശാന്തിയും സമാധാനവും വേണം. ഞാൻ കാരണം ഒരാൾ ഒരു മുസീബത്തിലോട്ട് പോകരുത് എന്നുള്ളൊരു ഈമാനോട് കൂടി ഇൻഷാ അല്ലാഹ് പക്വമായി നല്ല ഹൃദയത്തോടു കൂടി നമ്മൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വൗലാനാ മുഹമ്മദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുവേ റഹ്മാനെ റഹീമെ, ഞങ്ങളെ സ്വീകരിക്കണം നാഥാ, കബൂൽ ചെയ്യണം തമ്പുരാനെ. അല്ലാഹുവേ, രാജ്യം യുദ്ധത്തിൻ്റെ വക്കിലാണ്. അല്ലാഹുവേ, ശാന്തി നൽകണം. അല്ലാഹ്, നീ സമാധാനം നൽകണം തമ്പുരാനെ. ഒരു യുദ്ധവും ആർക്കും നല്ലതല്ല, ഒരു രാജ്യത്തിന് നല്ലതല്ല. അല്ലാഹു, എത്രയും വേഗം അത് നിർത്തുവാനുള്ള വഴികൾ നീ തുറന്നു നൽകണം തമ്പുരാനെ. അതിനുള്ള വഴികൾ നീ തുറന്നു നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, പാവപ്പെട്ട ആളുകൾ മരിച്ചു വീഴുകയാണ്. അല്ലാഹുവേ, പ്രത്യേകമായ കാവൽ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ കുട്ടികൾക്ക് കാവൽ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ സ്ത്രീകൾക്ക് നീ കാവൽ നൽകണം അല്ലാഹ്. സാധാരണക്കാർക്ക് കാവൽ നൽകണം അല്ലാഹ്. ലോകരാജ്യങ്ങൾക്കിടയിൽ സ്നേഹം നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, പ്രത്യേകമായ ബറക്കത്ത് നൽകണം തമ്പുരാനെ.
ഇന്ത്യയെ നീ സംരക്ഷിക്കണം തമ്പുരാനെ. മുഴുവൻ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കണം അല്ലാ. സമാധാനമുള്ള രാജ്യമാക്കണം അല്ലാ. ഐശ്വര്യമുള്ള രാജ്യമാക്കണം തമ്പുരാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ സൈന്യത്തിന് പ്രത്യേകമായ ശക്തി നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. പ്രതിരോധിക്കുവാൻ തൗഫീഖ് നൽകണം അല്ലാ. ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കണം അല്ലാ. സില്ലത്തിലാക്കരുതേ അല്ലാ. കാവൽ നൽകി അനുഗ്രഹിക്കണം അല്ലാ. അല്ലാഹുവേ, മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ജാതി വർഗ വ്യത്യാസമന്നെ പ്രത്യേകമായ സ്നേഹം നൽകണം അല്ലാ. ഐക്യം നൽകണം തമ്പുരാനെ. വർഗീയതയെ തൂട്ട് തുടക്കണം തമ്പുരാനെ. അല്ലാഹുവേ റഹ്മാനെ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഈ പള്ളിയുടെ ചുറ്റും അന്തിയുറങ്ങുന്ന ഖബറാളികളടക്കം എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണം അല്ലാ. രോഗികളായ വീടുകളിൽ, ഹോസ്പിറ്റലിൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും ശിഫ കൊടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹൽ സംരംഭവുമായി സഹായിക്കുന്ന മുഴുവൻ ആളുകളെ ഏറ്റെടുക്കണം അല്ലാ. ബൈത്തുന്നൂറുമായി സഹകരിക്കുന്ന ആളുകളെ ഏറ്റെടുക്കണം അല്ലാ. സോളാർ പാനലുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന ആളുകളെ ഏറ്റെടുക്കണം അല്ലാ. മഹലിൽ ഐക്യവും ഇസ്സത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകടങ്ങളെ തൊട്ട് കാവൽ നൽകണം അല്ലാ. കടങ്ങൾ വീട്ടുവാനുള്ള മാർഗങ്ങൾ നൽകണം അല്ലാ. സാമ്പത്തികം ശാരീരികവുമായി വലിയ ഉയർച്ച നൽകണം തമ്പുരാനെ. പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ലക്ഷ്യമാക്കി യാത്രയാക്കിയ മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും മർളിയായ സിയാറത്തിനുമുള്ള ഭാഗ്യം നൽകണമല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ പുണ്യസ്ഥലം സന്ദർശിക്കുവാൻ തൗഫീഖ് നൽകണം തമ്പുരാനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകണം നാഥാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.